ആറങ്കിൻ്റെ 12 വോൾട്ട് കാറ്റഗറിയിലുള്ള 200 AH ബാറ്ററി. നമ്മൾ സാധാരണ വെക്കുന്ന പറഞ്ഞാൽ 12 വോൾട്ട് 100 AH ബാറ്ററിയൊക്കെയാണ്. ഒരു 1.2 യൂണിറ്റ് ഒക്കെ സ്റ്റോറേജ് സിസ്റ്റം ഉള്ളത്. നമ്മുടെ സാധാരണ നമ്മൾ 150 AH ലെഡ് ആസിഡ് ബാറ്ററിക്ക് പകരമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 12 വോൾട്ടിൻ്റെ 100 AH ലിഥിയം ബാറ്ററി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ 12 വോൾട്ടിൻ്റെ 200 AH ലിഥിയം ബാറ്ററി. അപ്പം കൂടുതൽ ബാക്കപ്പ് കിട്ടാനായിട്ട് 12 വോൾട്ട് കാറ്റഗറിയിൽ നമ്മൾ 200 AH ഒരു ലിഥിയം ബാറ്ററി. 5 വർഷം വാറണ്ടിയാണ് ഈ ഒരു ബാറ്ററിക്ക് വരുന്നത്. ആറങ്കാണ് ഇതിൻ്റെ ബ്രാൻഡ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇത് നമ്മൾ സോളാർ പാനലിൽ ഒരു പാനലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്കത് ചാർജ് ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, ഈ ഒരു ബാറ്ററിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 12 വോൾട്ടിന്റെ 200 AH ലിഥിയം ബാറ്ററി. അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് 200 AH ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ വെക്കുന്ന 150 AH ബാറ്ററിക്ക് പകരം നമ്മൾ 100 AH ഒരു ലിഥിയം ബാറ്ററി വെച്ചാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കും. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ബാക്കപ്പ് കിട്ടാനായിട്ട് ഇപ്പോൾ 2 ബാറ്ററികളൊക്കെ 12 വോൾട്ടിന്റെ 2 ബാറ്ററികളൊക്കെ പാരലായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ തന്നെ 200 AH സിംഗിൾ ബാറ്ററി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് എത്തി, സൈറ്റിൽ ഇത് പൊട്ടിക്കുകയാണ്. പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇവിടെ ഇപ്പം നിലവിലിരിക്കുന്ന ഒരു ഇൻവെർട്ടറും അതുപോലെ തന്നെ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് 150 AH ആ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി നല്ലതാണ്, ബാക്കപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും എപ്പോഴും ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കാരണമാണ് ഈ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനാണ് ലെഡ് ആസിഡ് ബാറ്ററി മാറ്റിയിട്ട് നമുക്ക് ലിഥിയം ബാറ്ററി വേണമെന്ന് കസ്റ്റമർ നമ്മൾ ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 5 വർഷം വാറണ്ടിയാണ് ഈ ഒരു ബാറ്ററിക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം 4 സെല്ലാണ് നമുക്ക് 12 വോൾട്ട് 100 AH വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് 8 സെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അത്രയും ഒരു ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച്, അതായത് ഈ ഒരു ബാറ്ററി നമ്മൾ മറ്റേ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷം ഇത് കണക്ട് ചെയ്യുകയാണ്. ഇത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ വരുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് എപ്പോഴും ഓഫ് ചെയ്തിട്ട് വേണം ഈ ഒരു ടെർമിനലും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ. ഒരു കാരണവശാലും നെഗറ്റീവും പോസിറ്റീവും ഷോർട്ട് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ അത് ഷോർട്ട് ആകാനോ പാടുള്ളതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് BMS കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്ടായ ചിലപ്പം BMS ആയിരിക്കും ആദ്യം കംപ്ലൈൻറ്റ് വരുന്നത്, പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടെർമിനലും കാര്യങ്ങളൊക്കെ. ടെർമിനലിൽ ഒരു കവറുണ്ട്. നമ്മൾ ഈ ഒരു ലെഗ് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് ക്യാപ്പ് ഇട്ട് സൂക്ഷിച്ച് വെക്കണം. കാരണം ഇത് രണ്ടും തമ്മിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടരുത്. അത് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു 200 AH കപ്പാസിറ്റി ഉള്ള ബാറ്ററി. നമുക്ക് 100 AH വരുന്നത് ഇതേപോലെ ഒരു ബോക്സ് തന്നെയാണ്. ഇത് 200 AH ആണ്ട് അത്യാവശ്യം കുറച്ചുകൂടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹാങ് ചെയ്ത് വെക്കാനുള്ള, അതായത് നമുക്ക് തൂക്കി പിടിച്ചുകൊണ്ട് പോകാനുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആറംഗ് എന്ന് പറയുന്ന ആ ഒരു ബാറ്ററിയുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. 12.8 വോൾട്ട് 200 AH ആണ് കപ്പാസിറ്റി. അതുകൊണ്ട് സ്മാർട്ടാണ്. അതായത് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണുവാനായിട്ട് സാധിക്കും. കാരണം എത്ര ആംപിയറിൽ ഇത് ചാർജ് ആവുന്നു, എത്ര വോൾട്ടേജ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര നമുക്ക് വാട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വാട്ട്സ് ചാനൽ ഇങ്ങോട്ട് എത്ര പാനൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഒരു ലെഡ് ആസിഡ് ബാറ്ററി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു 450 വാട്ട്സ് കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പാനൽ ഇവിടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു പാനലിൻ്റെ കണക്ഷനിലേക്കാണ് നമ്മൾ ഈ ഒരു ബാറ്ററി നമ്മൾ വെക്കുന്നത്. അത്യാവശ്യം ഒരു ഊർജ്ജം, അതായത് പകൽ ഒരു നോർമലി ഉള്ള ഉപയോഗമുണ്ട്, രാത്രിയിലും അതുപോലെ തന്നെ ഈ ബാറ്ററിയിലെ ഊർജ്ജം ഉപയോഗിക്കാം. അപ്പോൾ ഏകദേശം ഈ ബാറ്ററി ഫുൾ ആയതിനു ശേഷം ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാൻ വെക്കും. ഇപ്പം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അധികം വെയിലില്ല, ഒരു ചെറിയ മങ്ങി നിൽക്കുന്ന ആ ഒരു കാലാവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഈ MPPTയിലും നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു മോണിറ്റർ ചെയ്യുന്ന ബ്ലൂടൂത്ത് വഴി മോണിറ്റർ ചെയ്യുന്നതിനകത്തൊക്കെ നമുക്ക് എത്ര വാട്ട്സ് കിട്ടുന്നു എന്നുള്ളത് ഇതിനകത്ത് കാണുന്നു. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം കിട്ടുന്ന ആംപിയർ ഏകദേശം ഒരു 19 ആംപിയർ ഞാൻ കണ്ടു ഇതിനകത്ത് ചാർജ് ആവുന്നതായിട്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലിരുന്ന ആ ഒരു ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മളിത് മാറ്റി അങ്ങോട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പാനലിൽ നമുക്ക് അത്യാവശ്യം നല്ല ചാർജിങ് കാര്യങ്ങൾ അത് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ MPPTയുടെ ആ ഒരു ഡിസ്പ്ലേയിലും നമുക്ക് ഇതിനകത്ത് കാണും നമ്മുടെ ബാറ്ററിയിൽ എത്ര ആംപിയറിൽ ചാർജ് ആവുന്നുണ്ട്, എത്ര വോൾട്ടേജ് ഉണ്ട്, അത് നമ്മുടെ MPPTയിൽ നമുക്ക് വാച്ച് ചെയ്യാനൊക്കും. അതുപോലെ തന്നെ സെയിം ടൈം തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ
ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന നോർമൽ ഒരു ഇൻവെർട്ടറാണ്. ഇവിടെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോർമൽ ഒരു ഇൻവെർട്ടറിനകത്താണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാനലിട്ട് അഡീഷണൽ MPPT വെച്ചിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു നല്ല ആംബിയറിൽ ഇത് പകൽ സമയം ചാർജ് ആകും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കട്ട് ഓഫ് മറ്റു കാര്യങ്ങളൊന്നും വരത്തില്ല. മഴ സമയമാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ പാനലൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ സമയത്ത് നല്ല ഒരു പെർഫോമൻസിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു MPPTയിൽ നമുക്ക് കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് സോളാർ പാനലിൽ നിന്ന് 222 വാട്ട്സാണ് നമുക്കിപ്പം നിലവിൽ ഈ മങ്ങിയ ഒരു ചെറിയ കാലാവസ്ഥയിൽ കിട്ടുന്നത്. 16.1 ആംബിയർ കിട്ടുന്നുണ്ട്. അങ്ങനെ ബാറ്ററിയുടെ വോൾട്ടേജ് 13.7. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന സോളാറിൻ്റെ വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട് 35. അത് ഒറ്റ പാനൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. 450 വാട്ട്സാണ് മോണോപ്പർ ഹാഫ് കട്ടാണ് ആ പാനലിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നിലവിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് ചാർജ് ആവുന്നുണ്ട്. നമുക്ക് മൊബൈലിൽ വെച്ചിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തും കാണിക്കുന്നുണ്ട്. സെയിം കപ്പാസിറ്റി ആയിട്ടാണ് അതിനകത്തും കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്വിച്ച് റിലേയും ഫംഗ്ഷൻ കാര്യങ്ങളും ഒക്കെ നമ്മുടെ MPPTയിൽ വരുന്നുണ്ട്. ഇവിടെ SPS-ൻ്റെ ഒരു നോർമൽ ഒരു 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള MPPT ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉള്ളത് കൊണ്ട് അതിനകത്ത് തന്നെയാണ് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്തു. അതായത് ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററി റീപ്ലേസ് ചെയ്ത കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ചാർജിങ്, പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ്, വെള്ളം ഒഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് റീപ്ലേസ് ചെയ്തതാണ്. ഇപ്പം മൊബൈലിൽ കണ്ടോ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്, അതായത് കമ്പനി നമുക്ക് തരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ചാർജ് ഫുൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇത് എത്ര വാട്ട്സ് ചാർജ് ആവുന്നു, എത്ര ആംബിയർ ചാർജ് ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മൊബൈലിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ സെല്ലിൻ്റെ ഓരോ സെല്ലിനും വോൾട്ടേജ് ഇത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ 244 അല്ലെങ്കിൽ 247 വാട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്, 18 ആംബിയർ. അപ്പോൾ ഞാനവിടെ നിന്ന സമയത്തൊക്കെ അത്യാവശ്യം നമ്മൾ മോണിറ്റർ ചെയ്ത ആ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല വെയിലുള്ള സമയം, ഇപ്പം നല്ല വെയിൽ, ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലാണ്. ആ ഒരു സമയത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ബാറ്ററി ചാർജ് ആവും. ഇപ്പോൾ രാത്രിത്തേക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നോർമൽ ഉപയോഗിക്കുന്നവർക്ക് 100 വാട്ട്സ് വെച്ചാണെങ്കിലും 10 മണിക്കൂർ മിനിമം ബാക്കപ്പ്, അല്ലെങ്കിൽ 12 വോൾട്ട് 100 ആകുമ്പോൾ നമുക്ക് 10 മണിക്കൂർ. ഇത് 200 ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 200 ബാറ്ററി എന്തുകൊണ്ട് വയ്ക്കുമെന്ന് ചോദിച്ചാൽ ഒരു രാത്രി മൊത്തം കറണ്ടില്ല, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് നല്ലവണ്ണം ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാം. അപ്പോൾ അത് പകൽ വീണ്ടും അത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവാൻ. അപ്പം ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് പാനൽ കൂട്ടിയിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ 450 വാട്ട്സാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് അഡീഷണൽ ഒരു പാനലും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറിൽ. നമ്മൾ നിലവിൽ ഇപ്പം 450 വാട്ട്സ് മാത്രമേ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം അടുത്ത് ചാർജിങ് 19.7 ആംബിയറിൽ അല്ലെങ്കിൽ 19.8 ആംബിയറിൽ ഇത് ചാർജ് ആവുന്നുണ്ട്. 275 വാട്ട്സ്. വെയിൽ വരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് കൂടി കിട്ടും. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 200 AHൻ്റെ ബാറ്ററി വെച്ച് നല്ലൊരു MPPTയും കുറച്ചുകൂടെ ഇപ്പം നിലവിൽ നമുക്ക് 630 വാട്ട്സൊക്കെ പാനൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ടോപ്പ് പാനലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് നമുക്ക് ലഭിക്കും. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറക്കണ്ട. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.